ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് വൈ ഒരു വെജ് റെസ്റ്റോറൻറ്റ്? സോ അങ്ങനെ ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നോൺ വെജ് റെസ്റ്റോറൻറ്റ്സ് സത്യത്തിൽ അത്യാവശ്യം കേരളത്തിലുണ്ട്. പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ജനങ്ങളെ സെർവ് ചെയ്യാൻ അവരെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വെജിറ്റേറിയൻ സെഗ്മെൻറ്റ് ഇപ്പോഴും ഒരു നിഷ് സെഗ്മെൻറ്റാണ്. അതായത് ഇപ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി മൊത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ വളരെ കുറവാണ്. ഹൈവേസിൽ നിങ്ങൾക്ക് അത്യാവശ്യം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണാൻ കഴിയും. അത് യാത്രയുടെ ഇടയിൽ കസ്റ്റമേഴ്സ് ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് പ്രിഫർ ചെയ്യും. ഇറ്റ് ഇസ് ലൈറ്റ് ഓൺ ദ സ്റ്റമക്ക്. പക്ഷെ ഒരു മോളിൻ്റെ അകത്ത് ഒരു ആസ്വദിക്കാൻ പോകുന്ന സമയത്ത് നോൺ വെജ് ആണ് ആൾക്കാർ പൊതുവെ ഇത് പ്രിഫർ ചെയ്യുന്നത്. സോ വൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്? അതിൽ പിന്നെ എനിക്കൊരു പേഴ്സണൽ ആംഗിളും കൂടിയുണ്ട്. കാരണം ഞാൻ സ്വയവും ഒരു വെജിറ്റേറിയൻ ആണ്. പക്ഷേ അതിലൊരു മെയിനായിട്ട് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. ഒരു 6 വർഷം മുന്നെയാണ് ആക്ച്വലി ഞാൻ പൂർണ്ണമായിട്ട് വെജിറ്റേറിയനിലേക്ക് മാറിയത്. സോ അതെ, സോ അതിൻ്റെയും റീസൺസ് ഉണ്ട്. സോ ഒരു 6 വർഷം മുന്നെയാണ് ഞാൻ ആക്ച്വലി ഒരു പൂർണ്ണമായിട്ട് ഒരു യോഗയിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ എൻ്റെ ഒരു നോർമൽ റൂട്ടീനിൽ ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അവസാനം യോഗയാണ് എനിക്ക് കുറച്ച് കൂടുതൽ കൺവിൻസിങ് ആയിട്ട് തോന്നിയത്. പിന്നെ ക്രിയ യോഗ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നോൺ വെജിനോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ട് പോയി. അത് ഞാനിങ്ങനെ കരുതി കൂട്ടിയിട്ട് നിർത്തിയതൊന്നുമല്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് അത് താല്പര്യം കുറഞ്ഞു പോയി. പിന്നെ നോൺ വെജ് അത്യാവശ്യം പ്രോട്ടീനും ഒക്കെ നൽകുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ നമ്മുടെ ഒരു നോർമൽ നമ്മുടെ മാക്സിമം ജനങ്ങളുടെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തെ ഒരു റൂട്ടീൻ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കൂടുതലും ആക്ച്വലി ഒന്നുമില്ല ഓഫീസ് വർക്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വർക്കാണ്, ഫിസിക്കലി ലൈറ്റ് വർക്കാണ് ചെയ്യുന്നത്. മെൻ്റലി ആണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വർക്ക്. അങ്ങനത്തെ ഒരു വർക്ക് ഷെഡ്യൂളിൽ ഉള്ള സ്ഥിതിക്ക് ബോഡിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിനെ കൂടുതൽ ഫലപ്രദമാവുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അനുഭവം. ഈ ഒരു യോഗയും കൂടി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ആ ഒരു ബോഡീനെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. സോ അപ്പോൾ ബോഡിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് മെൻ്റൽ ഫോക്കസും മെൻ്റൽ അറ്റൻഷൻ സ്പാനും വർദ്ധിക്കും. ഇങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. ഇൻസ്പിറേഷൻ വെജ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതെ, 6 വർഷം മുമ്പേ വെജ് മാത്രം തിരികെ മാറി. ഇപ്പം അത് ഇപ്പോഴും അതെ അതെ അതെ. സോ അപ്പോൾ പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലും കൂടി എത്തിയ സ്ഥിതിക്ക് അപ്പോൾ ഈ ഐറ്റംസ് നമുക്ക് മാക്സിമം ജനങ്ങളെ ഇടയിലേക്ക് എത്തിക്കുക, പിന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡിഷസ് ആവുക, അതാണ് നമ്മുടെ ഒരു എയിം. സോ അമലാനഗറിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷമായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വലിയൊരു ജനസമൂഹത്തിന് ഇടയിൽ ഓൾറെഡി അത് ഒരു പോപ്പുലറായ ഒരു റെസ്റ്റോറൻ്റാണ്. നമുക്ക് കോഴിക്കോട് നിന്ന് ഈവൻ തിരുവല്ലയിൽ നിന്നൊക്കെയും വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവിടുന്ന് യാത്ര തുടങ്ങുന്ന സമയത്ത് അവരിപ്പോൾ യാത്രയുടെ ഇടയിലാണ് കേട്ടോ, അല്ലാതെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല ഉദ്ദേശിച്ച്. സോ അവിടുന്ന് യാത്ര തുടരുന്ന സമയത്ത് അപ്പം തന്നെ അവർ കരുതുന്നത് യാത്രയുടെ ഇടയിൽ സ്വാമിനാഥ വൈഭവത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാം, ആ ഒരു പ്ലാനോടെയാണ് അവർ ഇറങ്ങുന്നത്. സോ ഇതൊക്കെ അവർ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നേരിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കസ്റ്റമേഴ്സ് നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം. അതും നമ്മളെക്കാളും വളരെ വലിയ വലിയ ബ്രാൻഡ്സ് ഉണ്ട് വെജിറ്റേറിയൻ സെഗ്മെൻറ്റിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു കസ്റ്റമർ ബേസ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന വലിയ ഒരു കസ്റ്റമർ ബേസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. ആ ഒരു സന്തോഷം നമുക്ക് നല്ലോണം ഉണ്ട്.